our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സർക്കിൾസിലെ മെയിൻ കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. നമുക്കിവിടെ ഒരു സർക്കിൾ ഉണ്ട് വിത്ത് ഡയമീറ്റർ എ ബി ഡയമീറ്റർ ആയിട്ട് നമുക്കൊരു സർക്കിൾ ഉണ്ട്. ഇനി നമ്മൾ സർക്കിളിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്, പി എന്നുള്ള ഒരു പോയിന്റ് എടുക്കുകയാണ് സർക്കിളിൽ. എയിൽ നിന്ന് പിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ ബിയിൽ നിന്ന് പിയിലേക്കും ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ ഒരു ആംഗിൾ കിട്ടും. അതായത് ഇഫ് യു ജോയിൻ ദി എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ടു എ പോയിന്റ് ഓൺ ദി സർക്കിൾ then it will give 90 degree. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ is 90 degree. ക്ലിയർ? ഇനി ഈ പി എന്നുള്ള പോയിന്റ് നമ്മൾ മാറ്റിയിട്ട് ഈ സർക്കിളിന്റെ അകത്താണ് ഇരിക്കുന്ന ഒരു പോയിന്റ്, സർക്കിളിന്റെ അകത്തുള്ള ഒരു പോയിന്റിലേക്കാണ് ഈ എയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിയിൽ നിന്നും നമ്മൾ ആ സർക്കിളിന്റെ അകത്തുള്ള പോയിന്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? അപ്പൊ കിട്ടുന്ന ആംഗിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇനി നമ്മൾ സർക്കിളിന്റെ പുറത്താണ് ഒരു പോയിന്റ്, സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിലേക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആംഗിൾ വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി. ക്ലിയർ? ഇനി ശ്രദ്ധിക്കാം. നെക്സ്റ്റ് കോൺസെപ്റ്റ്, ദ ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക്. അതായത് ഈ ആർക്ക്, ഈ എ ബി എന്നുള്ള ഈ ആർക്ക് മറ്റേ ആർക്കിൽ അതിന്റെ ഉണ്ടാക്കുന്ന ആംഗിൾ വിൽ ബി ഹാഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ ആർക്ക് അറ്റ് ദി സെന്റർ. ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും എവിടെ ഉണ്ടാക്കുന്ന ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. ക്ലിയർ? അതായത് സെന്റർ ആംഗിൾ എക്സ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? x/2 ആയിരിക്കും. ക്ലിയർ? 100 ആണെങ്കിൽ 50 ആയിരിക്കും. ക്ലിയർ? പെയർ ഓഫ് ആംഗിൾസ് ഇൻ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ഇസ് സപ്ലിമെന്ററി. ഈ ആർക്കിലുള്ള ആംഗിളും ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളും കൂടി ആഡപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമ്മൾ സർക്കിൾസിലെ കോൺസെപ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ ഇസ്, in the figure AB is the diameter of the circle. AC equals 4 cm, BC equals 3 cm. What is the measure of angle ACB? അതായത് ഈ ആംഗിളിന്റെ മെഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. AB ഡയമീറ്റർ ആണ് തന്നിട്ടുണ്ട്. AB is the diameter. So angles in a semicircle എന്താണ്? 90 ഡിഗ്രി ആണ്. So this angle ACB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇനി നെക്സ്റ്റ് ഇസ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? നമുക്ക് ഈ എ ബിയുടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എ സി ബി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഇത് 90 ഡിഗ്രി ആണെന്ന് നമ്മളിപ്പോൾ കണ്ടു. സോ എ സി ബി എന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്കിവിടെ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ സി എത്രയാണ്? 4 ആണ്. സോ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ദാറ്റ് ഈസ് 16 പ്ലസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പൊ എ ബി എന്തായിരിക്കും? എ ബി ഇസ് √25, ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ക്ലിയർ? Now let's do the next problem. Next question. In the figure, PQ is the diameter of the semicircle. ഞാൻ ഇവിടെ full circle വരച്ചിട്ടുണ്ട്. PQ is the diameter. Okay, the measure of angle R, angle S, angle T are in arithmetic sequence. അപ്പോൾ ഇവിടെ ഈ R, S, T എന്ന് പറയുന്നത് arithmetic sequenceലാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാം. Angle R, ആംഗിൾ ആർ, ആംഗിൾ എസ്, ആംഗിൾ ടി അരിത്മെറ്റിക് സീക്വൻസിലാണ്. ആൻഡ് ആംഗിൾ ടി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 60 ഡിഗ്രി ആണ്. ഇനി പി ക്യു എന്ന് പറയുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് പി എസ് ക്യു എന്ന ഈ ആംഗിൾ ഇറ്റ്സ് ദ ആംഗിൾ ഇൻ സെമി സർക്കിൾ. സോ ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ എസ് എന്ത് എഴുതാം? 90 ഡിഗ്രി എന്ന് എഴുതാം.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആർ ആണ്. ഈ ആംഗിൾ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ്സ് ഗിവൺ ദാറ്റ് ദീസ് ആംഗിൾസ് ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് 60, ഇത് 90. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ എന്തായിരിക്കും? 120 ആയിരിക്കും അല്ലെ? കാരണം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 30 ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ആംഗിൾ ആർ ഇസ് 120 degree. Okay, clear? Now let's do the next one. Third question, angle ABC equals 75 degree, angle ADC equal to 90 degree, angle AEC is equal to 105 degree. A circle is drawn with AC as diameter. അപ്പോൾ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം with AC as diameter. Okay? ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് AC എന്നുള്ള ഡയമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് AC എന്ന ഡയമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന പൊസിഷൻ ഓഫ് D എവിടെയാണ്? അതായത് അകത്താണോ, ഓൺ ദി സർക്കിൾ ആണോ, ഔട്ട്സൈഡ് ദി സർക്കിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഡിയുടെ പോയിന്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആംഗിൾ നോക്കാം. ആംഗിൾ ADC ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ADC, സി ഹിയർ, ADC എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? ADC, അതായത് ഇത് 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആവണമെങ്കിൽ ADC എന്ന ഈ D എന്നുള്ള പോയിന്റ് ഓൺ ദി സർക്കിൾ ആയിരിക്കണം. കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി ആണ്. സോ ദിസ് ഇസ് പോയിന്റ് D. So point D is on the circle. ഇനി പൊസിഷൻ ഓഫ് B is, B ന്റെ പൊസിഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആംഗിൾ ABC is 75 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. See here, it's given angle ABC is 75 ഡിഗ്രി. അതായത് അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ അത് ഇതിന് ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. 90 ഡിഗ്രിനേക്കാളും ലെസ് ആണ്. So it will be outside the circle. B എന്നുള്ള പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പൊസിഷൻ ഓഫ് ഇയുടെ പൊസിഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇയുടെ പൊസിഷൻ, ഇയുടെ ആംഗിൾ എത്രയാണ്? ആംഗിൾ AEC എന്ന് പറയുന്നത് 105 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. 90 ഡിഗ്രിനേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇറ്റ് ഈസ് ഇൻസൈഡ് ദി സർക്കിൾ. E എന്നുള്ള പോയിന്റ് ഇറ്റ്സ് ഇൻസൈഡ് ദി സർക്കിൾ. ക്ലിയർ? നൗ ലെറ്റ്സ് ഡു ദി നെക്സ്റ്റ് വൺ. ഇൻ ദി ഫിഗർ O is the center of the larger circle. O എന്ന് പറയുന്നത് ഈ ലാർജർ സർക്കിളിന്റെ സെന്റർ ആണ്. ഓക്കെ, OA is the diameter of the smaller circle. ഈ OA is the diameter of the smaller circle. AB ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഇവിടെ നോക്കുക, AB എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം O സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട്. AB Oയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ AB ഡയമീറ്റർ ആണ്. സോ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. ആൻഡ് BC is 6 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ACB? ACBയുടെ മെഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ആംഗിൾ, this angle is 90 degree. It's obvious. കാരണം എന്താ? AB ഡയമീറ്റർ ആണ്. ACB എന്ന് പറയുന്ന ആംഗിള്, ഇറ്റ്സ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആണ്. സോ ഇറ്റ്സ് 90 ഡിഗ്രി. ഒരു സംശയമില്ല, ഇതൊക്കെ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AMO? AMO എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. കാരണം that is also angle in a semicircle. ഇവിടെ സർക്കിൾ എന്ന് പറയുന്നത് ഈ ചെറിയ സർക്കിൾ ആണ്. സോ AMO എന്നുള്ള ആംഗിളും 90 ഡിഗ്രി ആണ്. ഇനി വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് AM? AMന്റെ ലെങ്ത് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം.
എ സി ബി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ സി ബി കൺസിഡർ ചെയ്യുമ്പോൾ എ സി ബി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ യൂസിങ് പൈത്തഗോറസ് തിയറം നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എ ബി ആണ്. സോ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇപ്പൊ നമുക്ക് എ സി ആണ് നമുക്ക് അറിയാത്ത ലെങ്ത്. ഇപ്പൊ എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. ഇനി എ ബി എത്രയാണ്? എ ബി 10 സെന്റിമീറ്റർ ആണ്. സോ 10 സ്ക്വയർ മൈനസ് ബി സി എന്ന് പറയുന്നത് 6 ആണ്. 6 സ്ക്വയർ ദാറ്റ് ഇസ് 100 മൈനസ് 36 ദാറ്റ് ഇസ് 64. സോ എ സി എന്ന് പറയുന്നത് √64 ആണ്, അതായത് 8 സെന്റിമീറ്റർ. എ സി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നോക്കുക, ഇത് സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്. സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് നമ്മൾ ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്, അല്ലെ? സെന്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. സോ ഇറ്റ് ബൈസെക്ട് ദിസ് കോഡ്. ഈ എ സി എന്ന ഈ കോഡിനെ ഈ ഒ എം എന്ന ലൈന് ബൈസെക്ട് ചെയ്യും. ദാറ്റ് ഈസ് എ എം ഈക്വൽ ടു എം സി ആയിരിക്കും. എ എം ഈക്വൽ ടു എം സി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സിയുടെ പകുതി ആയിരിക്കും. ഇപ്പൊ എ സി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. സോ അതിന്റെ പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് 8/2. ദാറ്റ് ഈസ് 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ എ എം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇനി നമുക്ക് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ എം ഒ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എം ഒ കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്കിവിടെ എന്തൊക്കെ അറിയാമെന്ന് നമുക്ക് എഴുതാം. എ എം നമുക്കറിയാം 4 സെന്റിമീറ്റർ ആണ്. ഒ എ നമുക്കറിയാം എത്രയാണ്? എ ബിയുടെ പകുതിയാണ് ഒ എ എന്ന് പറയുന്നത്, അതായത് 5. ഇനി ഈ ഒ എമ്മും കൂടി നമുക്കറിയണം. അപ്പൊ ഒ എം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ അഗെയിൻ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. കാരണം ഈ എ എം ഒ എന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അല്ലെ? ഇത് 90 ഡിഗ്രി ആണ്. സോ നമ്മളിവിടെ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ എ എം ഒ. ട്രയാങ്കിൾ എ എം ഒ കൺസിഡർ ചെയ്യുമ്പോൾ എ ഒ ആണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ്. സോ എ ഒ സ്ക്വയർ ഈക്വൽ ടു ഒ എം സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ. എ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒ എം ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ എം സ്ക്വയർ ഈക്വൽ ടു എ ഒ സ്ക്വയർ മൈനസ് എ എം സ്ക്വയർ. എ ഒ എന്താണ്? എ ഒ എത്രയാണ്? 5. സോ 5 സ്ക്വയർ മൈനസ് എ എം എത്രയാണ്? 4 ആണ്. സോ 4 സ്ക്വയർ ദാറ്റ് ഈസ് 25 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ ഒ എം എന്ന് പറയുന്നത് √9 ആണ്. ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ. സോ നമുക്കിവിടെ ഒ എം കിട്ടി, 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ആണ്. സോ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ സൈഡ്സിന്റെ ഒക്കെ സം ആയിരിക്കും. ദാറ്റ് ഈസ് 3 + 4 + 5 ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ. Okay, now let's do the next one. In the figure, angle P equals 110 degree, angle Q equals 60 degree, and angle R equals 100 degree. What is the measure of angle S? ഈ ആംഗിളിന്റെ മെഷർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. Sum of the angles in a quadrilateral is 360 degree. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Angle P plus angle Q plus angle R plus angle S എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. സോ ആംഗിൾ P എത്രയാണ്? 110. ആംഗിൾ Q എത്രയാണ്? 60. ആംഗിൾ ആർ എത്രയാണ്? 100. ആംഗിൾ എസ് നമുക്കറിയില്ല. സോ ആംഗിൾ എസ് ഈക്വൽ ടു
360 degree minus 110 plus 60 plus 100. So that is equal to 90 degree. Angle S എന്ന് പറയുന്നത് 90 degree ആണ്. ഇനി the position of S if a circle is drawn with PR as diameter. PR diameter ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, PR എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ. PR diameter ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ S എന്നുള്ള പോയിന്റ് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൺ ദി സർക്കിൾ. കാരണം S 90 ഡിഗ്രി ആണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി. സോ S എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? ഓൺ ദി സർക്കിൾ. ഇനി പൊസിഷൻ ഓഫ് Q ഇഫ് എ സർക്കിൾ ഇസ് ഡ്രോൺ വിത്ത് PR as diameter. PR ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചാൽ Q എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. കാരണം അത് അക്യൂട്ട് ആംഗിൾ ആണ്. ഇറ്റ്സ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. സോ ദിസ് വിൽ ബി ഔട്ട്സൈഡ് ദി സർക്കിൾ. ക്ലിയർ? നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. In the figure, O is the center of the circle. O is the center of the circle. Angle AOB equals 100 degree. O center ആണ്. AOB എന്ന് പറയുന്നത് 100 ആണ്. What is the measure of angle ACB? ACB യുടെ മെഷർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ADB എന്ന ഈ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ACB അല്ലേ? അപ്പോൾ അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. സോ ആംഗിൾ ACB നമുക്ക് കിട്ടി. ഇനി വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ADB? ADBയുടെ മെഷറാണ് അറിയേണ്ടത്. ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഈ ആംഗിളും അത് രണ്ടിനും സം എന്തായിരിക്കും? 180 ഡിഗ്രി ആണ്. ദീസ് ടു ആംഗിൾസ് ആർ സപ്ലിമെന്ററി. സോ ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB ഈക്വൽസ് 180 ഡിഗ്രി ആണ്. സോ ആംഗിൾ ADB എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് ആംഗിൾ ACB ആണ്. അപ്പൊ ആംഗിൾ ACB നമുക്ക് എത്രയാണ് കിട്ടിയത്? ആംഗിൾ ACB 50 ആണ് നമുക്ക് കിട്ടിയത്. സോ ആംഗിൾ ADB എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. ക്ലിയർ? സോ ദിസ് ഇസ് 130 ഡിഗ്രി. Okay, now let's do the next problem. Okay, next question. In the figure, O is the center of the circle. OP equal to PQ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, OP equal to PQ ആണ്. OP equal to PQ ആണ്. ഇനി OP എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. അതേപോലെ തന്നെ OQ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ OPQ എന്ന ട്രയാങ്കിൾ OPQ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ബിക്കോസ് അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ ഇറ്റ്സ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ട്രയാങ്കിൾ OPQ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഓരോ ആംഗിളും അതിന് 60 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ POQ is 60 ഡിഗ്രി. ഇനി ആംഗിൾ PRQ ആണ്. PRQ എന്ന് പറയുന്നത് ഇതിന്റെ പകുതി ആയിരിക്കും. സോ ദാറ്റ് ഈസ് 30 ഡിഗ്രി. സോ ദാറ്റ് ഈസ് 30 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് ഡു ദി നെക്സ്റ്റ് വൺ. In the figure, O is the center of the circle. Angle OAB is 30 degree. What is the measure of angle ABO? ഈ ആംഗിൾ ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. OA ഈക്വൽ ടു OB ആണ്. OA ഈക്വൽ ടു OB ആണ്. കാരണം എന്താ? റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ, റേഡിയസ് ആണത് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ OAB എന്ന് പറയുന്നത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയി.
ഐസോസിലസ് ട്രയാങ്കിൾ ആയി. സോ അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ ഒ ബി എ അല്ലെങ്കിൽ ആംഗിൾ എ ബി ഒ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഇനി വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ എ ഒ ബി? എ ഒ ബിയുടെ മെഷറാണ് നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ആംഗിൾ എ ഒ ബി. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ഒ ബി എ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഈ ആംഗിളും 30 ഡിഗ്രി ആണ്. സോ 30 പ്ലസ് ആംഗിൾ എ ഒ ബി പ്ലസ് 30 ഡിഗ്രി ഈക്വൽസ് 180 ഡിഗ്രി. അതായത് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 30 പ്ലസ് 30 that is 60. That is 120 degree. So angle AOB എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഇനി what is the measure of angle ACB? Angle ACB എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും. So this is 60 degree. Clear? So let's do next problem. സർക്കിൾസിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈസിയാണ്. ആ ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കോൺസെപ്റ്റ് ക്ലിയർ ആയ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് നോക്കിയിട്ട് തന്നെ ആൻസർ പറയാം. ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യം കൂടിയില്ല, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഇൻ ദ ഫിഗർ O ഈസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. LNM എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. What is the measure of angle LOM? LOM എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആയിരിക്കും, അതായത് 60 ഡിഗ്രി. Prove that LOM is an equilateral triangle. LOM നമുക്ക് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. OLM ഉം OML ഉം സെയിം ആയിരിക്കണം അല്ലേ? കാരണം എന്താ? OL ഉം OL ഈക്വൽ ടു OM ആണ്. OL ഈക്വൽ ടു OM ആണ്. കാരണം എന്താ? അത് റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ ആണ്. സോ ആ ട്രയാങ്കിൾ എന്തായി? OLM എന്നുള്ള ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആയി. ഓക്കെ, സോ അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ആംഗിൾ LOM plus angle OLM plus angle OML equal to 180 ഡിഗ്രി ആണ്. ഇത് x ആണെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പൊ ഇതും x തന്നെ ആയിരിക്കും അല്ലെ? കാരണം ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഇതും x ആയിരിക്കും. അപ്പൊ ആംഗിൾ LOM നമുക്കറിയാം എത്രയാണ്? 60 ഡിഗ്രി. സോ 60 ഡിഗ്രി plus 2x equal to 180 degree. So 2x equal to 180 minus 60, that is 120 degree. So x equals 120 by 2, that is 60 degree. അപ്പോൾ ഈ ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ x equal to 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി ആണ്. So all the three angles are 60 degree. So this triangle LOM is an equilateral triangle. Let's do the next problem. In the figure, O is the center of the circle. OAC 20 degree എന്ന് തന്നിട്ടുണ്ട്. OAB ആണ്. OAB അല്ല. It's given. ഇവിടെ തെറ്റിതാന്ന് തോന്നുന്നു. Angle OBC equal to 30 degree എന്ന് തന്നിട്ടുണ്ട്. What is the measure of angle ACO? ACOയുടെ മെഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ആംഗിൾ അല്ലേ? സോ ഇതും
ഇതും ഈക്വൽ ആണ്, റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ. സോ OA ഈക്വൽ ടു OC ആണ്. സോ അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 20 ഡിഗ്രി ആണ്. സോ ആംഗിൾ ACO is 20 ഡിഗ്രി. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOB? AOB ആണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഇവിടെ OC ഈക്വൽ ടു OB ആണ്. ഒന്ന് കളർ ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. OC ഈക്വൽ ടു OB ആണ് അല്ലെ. OC ഈക്വൽ ടു OB ആണ്. അത് റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ ആണ്. അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആയിരിക്കും. സോ ACB എന്ന ആംഗിൾ, ഈ ടോട്ടൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. 20 + 30 50 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ ഡബിൾ ആയിരിക്കും ഈ സെൻട്രൽ ആംഗിൾ, ദാറ്റ് ഈസ് 100. സോ ആംഗിൾ AOB എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ AOB എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ്. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ OAB? OAB എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. OA ഈക്വൽ ടു OB ആണ്. സോ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ആണ്. സോ 180 മൈനസ് 100 ഈക്വൽ ടു 2x. അത് ഈ ആംഗിൾ x ആണെങ്കിൽ ഇതും x ആയിരിക്കും. സോ 2x എന്ന് പറയുന്നത് 180 മൈനസ് 100 ആയിരിക്കും അല്ലേ. സോ x ഈക്വൽ ടു 80/2, ദാറ്റ് ഈസ് 40 ഡിഗ്രി. സോ ആംഗിൾ OAB എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. Clear? Now let's do the next one. In the figure, O is the center of the circle. Angle BOC equal to 100 degree. Angle AOC equal to 120 degree. What is the measure of angle BAC? അതായത് ഈ ആംഗിൾ അല്ലേ. അപ്പൊ ഇതിന്റെ പകുതി, അതായത് 50 ഡിഗ്രി. ആംഗിൾ BAC എന്ന് പറയുന്നത് 50 ഡിഗ്രി. അതായത് BC എന്ന ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്നതിന്റെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ACB? ACB അത് ഈ ആംഗിൾ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊന്നുമില്ല, കാരണം നമുക്കിവിടെ ഈ 120 തന്നിട്ടുണ്ടല്ലോ. ഈ 120യുടെ പകുതി ആയിരിക്കും ഈ ആംഗിൾ 60. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ABC എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? ആംഗിൾ A അറിയാം, ആംഗിൾ B അറിയാം, ആംഗിൾ C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ACP ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 180 ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് ആംഗിൾ B മൈനസ് ആംഗിൾ A അല്ലെ. സോ ദാറ്റ് ഈസ് 180 മൈനസ് 50 + 60 110, ദാറ്റ് ഈസ് 70 ഡിഗ്രി. ഓക്കെ, സോ ആംഗിൾ C എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. With this we are done. ഇനി ഇതിന്റെ ബാക്കി പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, goodbye.